അടുത്തത് വരുന്നത് അഞ്ചാമത്തെ ടിപ്പാണ്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നീഡിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ്. നമ്മൾ നീഡിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് മോതിരവിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ ഈ 3 വിരലിലും ഇങ്ങനെ നീഡിൽ ടച്ച് ചെയ്യുന്ന പോലെ പിടിച്ചിട്ട് തള്ളവിരൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഡിസൈൻ വരുമ്പം ഡിസൈൻ്റെ വര ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഈ നീഡിലിൻ്റെ ഹുക്ക് ആ വരയുടെ നേരെ പോകണം. ഇങ്ങനെ നേരെ കുത്തി അടിയിലേക്ക് നൂല് ചുറ്റി തിരിച്ചെടുക്കണം. അപ്പം ഈ ചെറുവിരൽ ഫ്രീ ആയിട്ട് വിടണം. പിന്നെ നമ്മൾ ബീഡ്സൊക്കെ ലോഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ചെറുവിരൽ കൊണ്ട് വേണം നമ്മളിങ്ങനെ തള്ളിക്കൊടുത്തുകൊണ്ട് ബീഡ്സ് ത്രെഡിലേക്ക് ലോഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ 90 ഡിഗ്രിയിലായിരിക്കണം നീഡിൽ കുത്തേണ്ടത്. നീഡിൽ കുത്തി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നീഡിൽ ഹാർഡായിട്ട് പിടിക്കാൻ പാടില്ല, ത്രെഡും ഹാർഡായിട്ട് പിടിക്കാൻ പാടില്ല. ലൈറ്റായിട്ട് നമ്മൾ വിട്ടു കൊടുക്കണം. നീഡിൽ കുത്തി ത്രെഡ് അതിൽ ചുറ്റി നമ്മൾ ലൈറ്റായിട്ട് ഇതുപോലെ വിട്ടു കൊടുത്തുകൊണ്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. നമ്മളിത് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നീഡിൽ സ്ട്രെയിറ്റ് ആയിട്ടും ലെഫ്റ്റിലേക്കും ബാക്കിലേക്കും ഒക്കെ മൂവ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ നമ്മൾ വർക്കിന് സ്പീഡ് കിട്ടാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തും കൈ ഇങ്ങനെ താത്തിയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. നീഡിലിപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ നീഡിൽ കയ്യിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നീഡിലിങ്ങനെ വെച്ച് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യില്ലാത്ത ദിവസങ്ങളിലും ഇതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലേ ഉള്ളൂ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടത്തുള്ളൂ. അതുപോലെ ഇന്നൊരു മണിക്കൂർ ചെയ്തു, ഒരു 10 ദിവസം കഴിഞ്ഞ് അടുത്ത നമ്മൾ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തുണിയിൽ വർക്ക് ചെയ്യണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുകയും ഇങ്ങനെ കൈ താത്തി നമ്മൾ ആരി വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കയ്യിൽ നീഡിലില്ലാത്ത സമയത്താണേലും ഇങ്ങനെ കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു